ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ഒബ്സസീവ് തിങ്കിങ്ങിനെ എങ്ങനെ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഒരു ട്രൂ ട്വിൻ ഫ്ലെയിമിന് ഒരിക്കലും അവരുടെ ട്വിൻ ഫ്ലെയിമിനെ മറക്കാൻ പറ്റില്ല. അതായത് 24/7 ഇവർ നമ്മുടെ മൈൻഡിൽ കാണും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? നമ്മുടെ ടാസ്ക് വന്നിട്ട് ഈ ഒരു കാര്യത്തെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏതൊരു ചിന്തയാണോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്, ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യമല്ല, ഏതൊരു ചിന്തയും ഏതൊരു തോട്ടിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് പിന്നെയും കൂടുതലായിട്ട് നമ്മുടെ സർഫേസിൽ വരും. അതായത് ഈ തോട്ട് കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മളുടെ ഈഗോ മൈൻഡായിരിക്കും, പ്രത്യേകിച്ചും സെപ്പറേഷനിലുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ആലോചന വരുമ്പം, ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചൊരു ആലോചന വരുമ്പം ആ ഒരു ആലോചനയെ അക്സെപ്റ്റ് ചെയ്യുക. യെസ്, ഞാൻ ആലോചിക്കുന്നുണ്ട് എൻ്റെ ട്വിന്നിനെ കുറിച്ച് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതല്ലാതെ ഞാൻ ആലോചിച്ചത് തെറ്റാണ്, അയ്യോ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു എന്നുള്ള വേയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം, ആ ട്വിൻ ഫ്ലെയിമുമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾക്ക് സർഫേസിൽ വരികയാണെങ്കിൽ അതിനെ ഫൊർഗീവ് ചെയ്യാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ എന്നിൽ എവിടെയാണ് ഞാൻ ഹീൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. കാരണം ട്വിൻ ഫ്ലെയിംസ് എല്ലായ്പ്പോഴും ട്രിഗർ തരുന്നവരാണ്. പലപ്പോഴും ചീറ്റിംഗ് നടക്കും, ട്രസ്റ്റ് ഇഷ്യൂസ് വരും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസിൽ കോമൺ ആണ്. അപ്പം ഇവിടെയൊക്കെയും നമുക്ക് നമ്മുടെ ഈഗോ സെൽഫ് നമുക്ക് വന്നിട്ട് സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോഴൊക്കെയും ഈ ഒരു ട്രിഗേഴ്സൊക്കെയും നമുക്ക് പെയിൻ തരും. അപ്പോൾ അവർ നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ഗുരുവെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് നമ്മളുടെ കോറിൽ കിടക്കുന്ന എന്തെങ്കിലും അൺഹീൽഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ സർഫേസിൽ കൊണ്ടുവരാനായിരിക്കും. സോ എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ട്രിഗർ ചെയ്തു എന്ന് ആലോചിക്കുന്നതിലും ഭേദം നമ്മളിൽ എന്താണ് അൺഹീൽഡ് ആയിട്ട് കിടക്കുന്ന പാർട്ടെന്ന് മനസ്സിലാക്കുക, അതിനെ ഹീല് ചെയ്യുക. 3D സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം സോൾ ഒന്നായതുകൊണ്ട് തന്നെ അവർ നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ തന്നെയാണ് ഇനിയൊരു ബോഡിയിലുള്ള അവർ, അത് മനസ്സിലാക്കുക. ട്വിൻ ഫ്ലെയിംസ് എല്ലായ്പ്പോഴും 4Dയിലും 5Dയിലും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ടെലിപ്പത്തിക്കലി നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയെ വിടുക. അതായത് എന്തുകൊണ്ട് അവർ 3D ലൈഫിൽ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈഗോ മൈൻഡ് ചോദിക്കുമ്പോഴൊക്കെയും നമുക്ക് പിന്നെയും അത് പെയിനാണ് തരുന്നത്. അതല്ലാതെ ഓൾറെഡി അവരുടെ എനർജി നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സിലോ ഒരു അവെയർനെസ്സിലോ എല്ലായ്പ്പോഴും ഇരുന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളപ്പം 5Dയിൽ നമുക്ക് ടെലിപ്പത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒബ്സഷൻ അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മെഡിറ്റേറ്റ് ചെയ്യുക, നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. സെപ്പറേഷൻ പെയിനിലുള്ളവർ കൂടുതലായിട്ടും കാലിൽ ചെരുപ്പൊന്നും ഇടാതെ ബെയർ ഫൂട്ടായിട്ട് എർത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ ഉള്ളിടത്ത് നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ആ എനർജിയെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അൺകണ്ടീഷണൽ ലവ് മറ്റെല്ലാവർക്കും കൊടുക്കുന്നതിലും ആദ്യം നമ്മൾക്ക് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ജേർണിയാണ്. നമ്മളെ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന ഒരു ജേർണിയാണ്. അപ്പോൾ സെൽഫ് ലവിൽ വരാനായിട്ട് ട്രൈ ചെയ്യുക ഈ സമയത്തൊക്കെയും. കൂടുതലായിട്ട് ഡിവൈനുമായിട്ട് എങ്ങനെ കണക്റ്റ് ആവണം, ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നമ്മളോട് കണക്റ്റ് ആയിരിക്കണം. സോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ വർക്ക്സ് അല്ലെങ്കിൽ ഇന്നർ വർക്ക്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക.
നമ്മുടെ ഇന്നർ സെൽഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ആവുന്നത്, അതായത് നമ്മളുടെ ട്വിൻ വന്നാലേ നമുക്ക് ആ കംപ്ലീറ്റ്നെസ് കിട്ടുകയുള്ളൂ എന്ന് ഫീൽ ആവുന്നത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവിടെയൊക്കെയും നിങ്ങൾ സ്വയം ഒരു കെയർ കൊടുക്കുക, ലവ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് എല്ലായ്പ്പോഴും ഈ ജേർണി ഡിവൈൻലി ഗൈഡഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളുടെ ട്വിന്നിനും എന്തെങ്കിലുമൊക്കെ ലെസൺസ് പഠിക്കാനുണ്ടായിരിക്കണം. അപ്പം ആ ലെസൺസ് പഠിച്ചിട്ട് ടോട്ടലി അവേക്കൻഡ് ആവട്ടെ എന്ന് മനസ്സിലാക്കുക. ഈ ജേർണിയെ വിശ്വസിക്കുക. ഏറ്റവും കൂടുതൽ ഈ ജേർണിയെ സറണ്ടർ ചെയ്യുക. കാരണം ഈ ജേർണിയിൽ എപ്പോൾ എന്ത് നടക്കണം എന്നുള്ളത് ഓൾറെഡി പ്രീ ഡിസൈഡഡ് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ദൈവം ചെയ്യിപ്പിക്കും. സോ സറണ്ടർ ആവുക. നമ്മളുടെ മുമ്പിൽ വരുന്ന ആ ഒരു പാത്തിലൂടെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് മൂവ് ആവുക. എപ്പോഴും ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ആ സെപ്പറേഷൻ പെയിനിൽ നിന്നും അല്ലെങ്കിൽ തിങ്കിങ്ങിൽ നിന്നും നമുക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ. അല്ലാതെ നമ്മൾ ഒബ്സസീവ് തിങ്കിങ് വരുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം അവിടെ കളഞ്ഞാൽ നമ്മൾക്ക് ഡിവൈനായിട്ട് കുറേ ടാസ്കുകൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ സെൽഫ് ഗ്രോത്ത് ആയിരിക്കാം, പല കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം, പല ലെസൺസ് ആയിരിക്കാം. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ മുകളിലല്ല ഫോക്കസ് കൊടുക്കുന്നത്. നമ്മളുടെ എനർജി ഇനി ആർക്ക് വേണ്ടി, അതായത് 3D വേൾഡിലുള്ള ആ ഒരു ബോഡിക്ക് വേണ്ടി, നമ്മളുടെ ട്വിന്നിന് വേണ്ടി കൊടുത്ത് നമ്മൾ ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. സോ സെൽഫ് ഫോക്കസ് ആവുക, സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോവുക.